കലാസംവിധാന രംഗത്തേക്ക് കടന്നു വന്നത് ഒരു കലാസംവിധായകനാകണമെന്ന ആഗ്രഹത്തോടെ സിനിമയിലെത്തിയത് കൊണ്ടാണോ അതോ ആകസ്മികമായിട്ട് വരികയായിരുന്നോ? തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും ഒരു കലാസംവിധായകനായി മാറണം എന്ന് വിചാരിച്ചിരുന്നതല്ല. എസ് കുന്നനാടിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നുമല്ല. ഇത് സാധാരണ ഒരു മനുഷ്യന് ഒരു ചിത്രകാരനൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇന്നത്തെ ആളുകൾക്ക് ചിലപ്പോൾ ഈ എസ് കുന്നനാടിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷേ അന്നത്തെ സൂപ്പർ സ്റ്റാർ ആണ് കലാസംവിധായകരിൽ. എത്ര സിനിമകൾ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടുണ്ടാവും? അദ്ദേഹത്തെ കൊണ്ട് 10-40 നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 80കളുടെ തുടക്കത്തിൽ വലിയ ഹൈപ്പുണ്ടാക്കിയ സിനിമയായിരുന്നു പടയോട്ടം, നവോദയയുടെ പടയോട്ടം. മലമ്പുഴ ഡാമിലായിരുന്നു അതിൻ്റെ 90% ഷൂട്ടിങ്. നസീർ സാറ് പുറത്തുനിന്ന് വരുന്ന ഒരു കപ്പൽ ഡാമിൽ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ ഉണ്ടാക്കിയായിരുന്നു. അത് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കയർ പൊട്ടിപ്പോവുകയും കംപ്ലീറ്റ് ആൾക്കാരുമായിട്ട് അക്കരയ്ക്ക് പോവുകയൊക്കെ ചെയ്ത് ഒഴുകിപ്പോയി. അത് ഷൂട്ടിങ്ങിനിടയ്ക്ക് ആദ്യ സ്വതന്ത്ര കലാസംവിധായകനായി മാറിയ ചിത്രം ഏതാണ്? ആലപ്പി അഷ്റഫിൻ്റെ ഒരു മാടപ്രാവിൻ്റെ കഥ എന്ന സിനിമ. പിന്നീട് പ്രിയദർശൻ്റെ സിനിമകളിലെ ഒരു സ്ഥിരം കലാസംവിധായകനായി മാറിയല്ലോ. അതെ, എനിക്ക് തോന്നുന്നത് താളവട്ടമൊക്കെ അതിനകത്ത് ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന സിനിമകളാണ്. അതെ അതെ അതെ, ഊട്ടിയിലാണ് വർക്ക് ചെയ്തത്. അത് മുഴുവൻ സെറ്റാണ്. ആ ഹോസ്പിറ്റലൊക്കെ സെറ്റ് ഇട്ടതാണ്. വന്ദനത്തിനും ഏതാണ്ട് പൂർണ്ണമായിട്ട് സെറ്റിട്ടല്ലേ ചെയ്തേ? വന്ദനം പൂർണ്ണം സെറ്റായിരുന്നു. അത് നമ്മൾ മദ്രാസിലെ വാഹിനി സ്റ്റുഡിയോയിൽ തെരുവുകൾ പോലും സെറ്റായിരുന്നു. അതെ അതെ അതെ, അത് വാഹിനിയിലെ ഒരു മൈതാനം കംപ്ലീറ്റ് നമ്മൾ ബാംഗ്ലൂർ സ്ട്രീറ്റാക്കി മാറ്റുകയായിരുന്നു. എൺപതുകളിലെയും 90കളിലെയും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒട്ടുമുക്കാൽ സിനിമകളുടെ കലാസംവിധാനം നിർവഹിച്ച ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ് ഇന്ന് ഫേസ് ടു ഫേസിൽ നമ്മോടൊപ്പം. അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ സിനിമാ ജീവിതാനുഭവങ്ങൾ, കലാസംവിധാന അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നു. സ്വാഗതം. കിലുക്കം അവിസ്മരണീയമായ ഒരു വർക്കായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? കാരണം അതിനകത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ധാരാളം സെറ്റ് വർക്കുകൾ വേണ്ടി വന്നൊരു സിനിമയാണെന്ന്. ഈ കിലുക്കത്തിൻ്റെ വർക്കിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? കിലുക്കം നമ്മൾ ഊട്ടിയിലാണ് വർക്ക് ചെയ്തത്. പ്രിയേട്ടൻ അന്ന് മദ്രാസിലെ സോങ്ങിൻ്റെ റെക്കോർഡിംഗ് ആയിട്ട് നിന്നുകൊണ്ട് ഞാൻ പിന്നെ വേറൊരു കോഴിക്കോട് ഒരു ഷൂട്ടിങ്ങിനുമായിട്ട് നിന്നുകൊണ്ട് അവിടുന്ന് വരാൻ ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് പിന്നെ അവിടുന്ന് ഒന്നിച്ചാണ് പോരുന്നത്, ഊട്ടിക്ക് പോരുന്നത്. അവിടെ ട്രെയിനാണ് പോരുന്നത്. പക്ഷെ അന്ന് ഈ ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റൊക്കെ തീരുമാനിച്ച് 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ട് തുടങ്ങാനായിട്ട്. ഷൂട്ടിന് 2 ദിവസം മുമ്പാണ് നിങ്ങൾ പോകുന്നത്? വരുന്നു നേരത്തെ വരണം. പക്ഷേ ഞാൻ വേറൊരു സിനിമയിൽ എൻഗേജ്ഡ് ആയിരുന്നതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. വരുന്ന വഴിക്ക് ചില ആക്സിഡൻറ്റ്സ് ഒക്കെ ഉണ്ടായി പുള്ളിക്ക്. അങ്ങനെ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഓട്ടത്തിനിടയ്ക്ക് പുള്ളിന്ന് ഒരു ബാഗിൽ തട്ടി വീഴുകയും കൈയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രാക്ചർ ആവുകയും ചെയ്ത് അങ്ങനെയുള്ള പ്രശ്നത്തിനായിട്ട് പുള്ളി പിറ്റേ ദിവസം അദ്ദേഹം ഉച്ചവരെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ ചെന്നപ്പോഴത്തേന് അദ്ദേഹത്തിന് പുള്ളി മനസ്സിൽ കണ്ട ലൊക്കേഷൻസ് അല്ല നേരത്തെ കണ്ടുവച്ചിരുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഒക്കെ ആയിരിക്കും പോയി കണ്ടിട്ടുണ്ട്. അതെ അതെ, ബാക്കിയുള്ളവരുണ്ടായിരുന്ന ക്രൂ ഒക്കെ പോയി കണ്ടത്. അവരൊന്നും കണ്ടതത്ര അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് പുള്ളി ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളെല്ലാം ഒരു കറക്കം കറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി വന്നു, നമുക്ക് എന്നെ വിളിച്ചിട്ട് നമുക്ക് സെറ്റിട്ടാലോ. സെറ്റിടാനായി 2 വലിയ വീടുകളാണ്. അത് ഇതുമാത്രം എനർജി വർക്ക് ചെയ്യണം. കാരണം ഷൂട്ട് തുടങ്ങുക, പിറ്റേൻ്റെ ഷൂട്ടിങ് തുടങ്ങുക. എൻ്റെ അടുത്ത് പറയും നമുക്ക് സെറ്റിടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 ദിവസം എങ്ങനെ സെറ്റിടാൻ, ഇത് മാജിക്കാണോ എന്ന് ചോദിച്ചു. സെറ്റിടായ 2 വീടുകൾ, അതായത് ലേക്കിലുള്ള ലാലും ജഗതിയും താമസിക്കുന്ന ആദ്യത്തെ സിനിമ തുടങ്ങുമ്പോൾ ആ വീടും രണ്ടാമത് രേവതിയായിട്ട് ഒളിച്ച് താമസിക്കുന്ന ആ വീടും, അത് രണ്ടും സെറ്റിടാൻ അലക്കുകാരുടെ കോളനി. ഈ 2 വീടും പിന്നെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് സെറ്റിടാൻ പുള്ളി തീരുമാനിക്കുന്നത്. ഈ അലക്കുകാരുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ശരിക്കും അവിടെ ഓൾറെഡി അങ്ങനെ ഒരു കോളനി ഉള്ളതല്ലേ? അങ്ങനത്തെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. ആ കാണുന്ന കോളനിയും ബഹുഭൂരിപക്ഷം നമ്മൾ തന്നെ പണിത്. അതെ 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 അതെ. ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ ഞെട്ടിപ്പോയി, ഇതെങ്ങനെ സെറ്റിടും, ഇതെങ്ങനെ നടക്കും? കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി വർക്കുകളുണ്ടല്ലോ. താൻ വിചാരിച്ച് നടക്കും, താൻ ചെയ്തോ എന്നും പറഞ്ഞ് ഒറ്റ പറത്തില്ല. അപ്പോൾ ഞാൻ അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യാം എന്നും പറഞ്ഞ് പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ വിളിക്കുന്നു, മെറ്റീരിയൽ ഇറക്കുന്നു. അങ്ങനെയുള്ള സംഭവം ചെയ്ത് മദ്രാസിൽ നിന്ന് വരണം. അതെ, മെറ്റീരിയൽ അവിടെ കിട്ടും. അവിടെ നിന്ന് ഓരോ സ്ഥലത്തും കളക്ട് ചെയ്യാം. പക്ഷേ ആൾക്കാർ മദ്രാസിൽ നിന്ന് വരണം. അതിന് സ്കിൽഡായിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് വരാതെ നടക്കത്തില്ല. പക്ഷെ അതൊക്കെ ഇമ്മീഡിയറ്റ് തന്നെ വിളിച്ച് പറഞ്ഞ് അല്ല നമ്മൾ അതിൻ്റെ ഒരു ഹാഫ് ഡേ അതിൻ്റെ ഒരു വർക്കായിരുന്നു. ആൾക്കാരെ വിളിച്ച് വരുത്തുക, മെറ്റീരിയൽ എടുക്കുന്ന സംഭവം. പക്ഷേ എന്തൊക്കെയായാലും 7ാമത്തെ ദിവസം ആ സെറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്തു. അതാ ലേക്കിനകത്തുള്ള വീട്, ലാലും ജഗതിയും താമസിക്കുന്ന ആദ്യത്തെ ഈ ഇവള്
രേവതി ആദ്യം വരുന്ന വീട് അത് കോഴിയിറച്ചിയൊക്കെ തിന്നുന്ന വീട്. വീട് അതന്നെ. അത് ലേക്കിനകത്താണ് കംപ്ലീറ്റ്. നമ്മൾ കയറുമ്പം തൊട്ട് വെള്ളമാണ്. ഈ ലേക്കിനകത്ത് പണിയുക. ലേക്കിലാണ്. അത് ചെരുവിലാണ്. ചെരുവിൻ്റെ ഒരറ്റത്തു നിന്നാണ് ലേക്ക് തുടങ്ങുന്നത്. അതിൻ്റെ ബാക്കിൽ പോയി ചൂണ്ടയിടുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ. അത് ആക്ച്വൽ ലേക്കാണത്. അപ്പോൾ പക്ഷെ കയറുന്നത് ഇതിൻ്റെ സെറ്റിലേക്ക് കയറുന്നത് വെള്ളത്തിലാണ്. അവിടെ അത്രയും വലിയ വിശാലമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടാണ് നമ്മളവിടെ സെറ്റ് ഇട്ടത്. അത്രയും ഈ ലേക്കിൽ വെള്ളത്തിന് മുകളിൽ തന്നെ വേണമെന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശമായിരുന്നോ? ബാക്കിലിരുന്ന് ചൂണ്ടയിടുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. അതങ്ങനെ കാണിച്ചാലേ അതിൻ്റെ ഭംഗിയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ അങ്ങോട്ട് ഇറക്കി. പക്ഷെ അതിന് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. വെള്ളത്തിൽ നിർത്തുക എന്നുള്ള സാധനമൊക്കെ നോക്കണമല്ലോ. അതിന് പൈലൊക്കെ അടിക്കണ്ടേ? പിന്നെ പൈലടിച്ചാണ് തൂണുകൾ അടിച്ചിറക്കിയിട്ടാണ് അതിൻ്റെ പുറത്താക്കി ചെയ്തത്. അത് 7 ദിവസം കൊണ്ട് തീർത്തെന്നുള്ളതാണ്. അതെ അത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ആണ് രണ്ടാമത്തെ വീട് തുടങ്ങി. നമ്മളെ ഡോബിക്കാനുള്ള 2 നില പോലെയുള്ള ഒരു വീടുണ്ടല്ലോ, ഇവർ ഒളിച്ച് താമസിക്കുന്ന വീട്. അതും അതിന് ശേഷമാണ് വർക്ക് തുടങ്ങി. അതും 6-7 ദിവസം കൊണ്ട് അതും വർക്ക് തീർത്തു. അല്ലാതെ തിലകൻ്റെ വീടൊക്കെ സെറ്റാണോ അതോ? അല്ല, അത് അവിടുത്തെ ഒരു ഹോട്ടലാണ്. ബംഗ്ലാവ് പോലത്തെ ഒരു ഹോട്ടലായിരുന്നു അത്. പിന്നെ അതല്ലാതെ ഒരു ചായക്കടയുടെ അങ്ങനെ ചെറിയ ചെറിയ കുറേ സെറ്റുകൾ നമ്മൾ അതിന് ശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഈ മൂന്നേട്ട സുമിത്ര വിളിക്കുന്ന പറഞ്ഞ സിനിമയിലും ആർട്ട് വർക്കിന് വലിയ പ്രാധാന്യമുള്ള അതാ സ്ട്രീറ്റ് സെറ്റാണത്. അത് ശരി. അതെവിടെയാണ്? അത് വീനസ് സ്റ്റുഡിയോയിലും. ഇപ്പം ആ സ്റ്റുഡിയോ ഇല്ല. ആ മുകളിലത്തെ നിലയിൽ രഞ്ജിനിയും തിക്കുറിശിയൊക്കെ താമസിക്കുന്ന വീട്. അതെ അതെ. അതിന്റെ ഒരറ്റത്ത് മോഹൻലാലിന്റെ വീട്, മൂന്നേട്ടന്റെ വീട്, താഴെ പലരുടെയും ഇന്നസെന്റിന്റെ എല്ലാവരുടെയും വീട്. അതെല്ലാം കൂടെ ആ സ്ട്രീറ്റ് അതെല്ലാം സെറ്റാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും പ്ലൈവുഡ് കൊണ്ടും തടി കൊണ്ടും ഒക്കെ പണിത് പെയിന്റ് അടിച്ച് ഉണ്ടാക്കിയ വീട്. അപ്പൊ ഇതിനകത്തൂടെയൊക്കെ കയറി ഇറങ്ങി നടക്കാനും എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കാനും ലൈറ്റ്സും ക്രെയിനും ഒക്കെ വെക്കാനും ഒക്കെ ഉള്ള അത്രയും ബലം ഉണ്ടോ ആ വീടിന്? ആ ബലം കൊടുത്താണ് ചെയ്യുന്നത്, അല്ലാതെ ഇപ്പം പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മള് അതിനകത്തൊക്കെ ക്രെയിൻ വരെയൊക്കെ കയറ്റി വെക്കേണ്ടി വരില്ലേ? അതെ അതെ അതെ. അല്ല, അത് ക്രെയിൻ വെക്കേണ്ട സ്ഥലങ്ങൾ നമുക്കറിയാമല്ലോ. അവിടെയൊക്കെ നമ്മൾ അതിനുള്ള സ്ട്രോങ് കൊടുത്തിട്ടാണ് ഓരോ സെറ്റുകളും ഉണ്ടാക്കുന്നത്. ശരി. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് വേണു നാഗവള്ളിയുടെ സിനിമകളിൽ വളരെ കൂടുതൽ പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വെളിച്ചേട്ടൻ്റെ ആദ്യത്തെ പടം പോലെ ഞാൻ കുറേ സിനിമകൾ വർക്ക് ചെയ്തായിരുന്നു. അതേതായിരുന്നു ആദ്യം ചെയ്തത്? സുഗമോദേവി. ഓ ശരി. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ അധികം സെറ്റ് വർക്കുകൾ ഉണ്ടാവാറില്ലെന്ന് തോന്നുന്നു അല്ലേ? സെറ്റ് വർക്കുകൾ അത്രയ്ക്ക് ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ പടം പോലെ അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാവുകയില്ല. പക്ഷെ അല്ലാതെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാവുന്നു. വേണു നാഗവള്ളിയുടെ തന്നെ ഈ ഓട്ടോ എന്ന സിനിമയിൽ ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ അതെ. അതിന്റെ എന്താ ഓർമ്മകൾ? അതെ, നല്ലൊരു രസകരമായ സംഭവം അതിനകത്തുണ്ട്. എന്നുവെച്ചാൽ പാട്ടിൻ്റെ ഒരു ബിഗിനിങ്ങിലാണ് ഈ ഓട്ടോറിക്ഷ ഫ്ലൈറ്റായിട്ട് വരുന്നൊരു സംഭവം എടുക്കാനായിട്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ വന്ന് രേഖേനെ പ്രണയിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് നമുക്കൊരു വിമാനം ഉണ്ടാക്കിയാലോ എന്ന് പ്ലാൻ ചെയ്തു. അപ്പം ലാലിൻ്റെ ഓട്ടോറിക്ഷയാണല്ലോ അവരുടെ വാഹനം. ഇപ്പോൾ ഓട്ടോറിക്ഷയെ നമുക്ക് വിമാനമാക്കി മാറ്റാമെന്ന് പറഞ്ഞ് വിമാനമാക്കി നമ്മൾ ഉണ്ടാക്കി. ഇതിന്റെ ഷൂട്ട് മുഴുവൻ കോഴിക്കോട്ടായിരുന്നല്ലോ? കോഴിക്കോടായിരുന്നു. അപ്പോൾ ഇത് എവിടെ വെച്ചാൽ ഈ വിമാനം ഉണ്ടാക്കുന്നത്? അത് നമ്മൾ കോഴിക്കോട് അവിടുത്തെ ഒരു ഹോട്ടലിൽ തന്നെ ഇട്ടാണ് ഉണ്ടാക്കിയത്. വിങ്സ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി ആഡ് ചെയ്യുക എന്നുള്ള സംഭവമായിരുന്നു. പക്ഷേ ഇത് ഫ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല, കോഴിക്കോട് ആ ഹോട്ടലിൽ പറ്റത്തില്ല. അത് തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ആ ഗ്രൗണ്ടിൽ അവിടെ കൊണ്ടുപോകാമെന്ന് വെച്ചു. അവിടെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അത് ഭയങ്കര ചരിത്രമാണ്. കാരണം നമ്മൾ അങ്ങോട്ട് ചുമ്മാ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത് വിങ്സ് വേറെ, ടെയില് വേറെ. ഒരു സ്ട്രക്ചറായിരുന്നു. അതെ, ഒരു ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയേക്കാൾ ഒരു 4 ഓട്ടോറിക്ഷയുടെ നീളം ഉണ്ടായിരുന്നു. 10-40 അടിയോളം വരും. ഇത് ലോറിയെ വേണം കൊണ്ടുപോകാൻ. ലോറിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത് ഒടിഞ്ഞു പോയാലും പ്രശ്നമാണ്. അതൊക്കെ വലിയ പ്ലാൻ ചെയ്തെല്ലാം ഊരിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് സെൻറ്റർ മാത്രം ഓടിച്ചോണ്ട് പോയി. അത് ഓടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ അതും കൊണ്ടുപോകുന്ന സമയത്ത് രാത്രിയിലാണല്ലോ. രാത്രി നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് വഴി മുഴുവൻ ആൾക്കാർ നോക്കി നിൽക്കുക. കാരണം ഇത് ടെയില് ഉണ്ട്, പക്ഷേ വിങ്സ് ഒന്നും ഇല്ലാതെ ഇത് വഴിയെ ഓടി വരുന്നിട്ട് കുറേ ദൂരം വെച്ച് അവർക്കൊക്കെ അറിവ് കിട്ടിയിട്ട് അവരിങ്ങനെ വഴി നോക്കി നിൽക്കുക, വിമാനം വഴിയെ കൂടെ ഓടി വരുന്ന കാണാനായിട്ട്. അങ്ങനെ ആൾക്കാർ നിന്നിട്ട് അത് ഒരു വിധത്തിൽ അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ഇതെല്ലാം പിന്നെ വീണ്ടും കൂട്ടി യോജിപ്പിച്ചല്ലേ? വിങ്സും ടെയിലും എല്ലാം നമ്മളവിടെ കൂട്ടി യോജിപ്പിച്ചു. കുട്ടിയപ്പോൾ നമ്മൾ കുറേ പേരവിടെ കാവലിനും വെച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ പോന്ന് ഫ്രഷായിട്ട് തിരിച്ച് ചെല്ലാൻ വേണ്ടി നമ്മളൊരു 11 മണിയായപ്പോൾ അവിടെ ചെന്നപ്പം ഒരു 2 ലക്ഷം പേര് ഇതിൻ്റെ ചുറ്റും നിൽക്കുക. ഈ മൈതാനം നിറച്ച് ആൾക്കാർ നിൽക്കുക. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഷൂട്ട് ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു സോങ്ങിൻ്റെ ചിത്രീകരണം എടുക്കാൻ പറ്റാതെ അന്ന് ഷൂട്ട് നടന്നില്ല. ഇത് അങ്ങോട്ടും മാറ്റാൻ പറ്റില്ല, ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അത്രയും തിരക്കായതുകൊണ്ട് ഇതിങ്ങനത്തെ സാധനം അപൂർവ ജീവിയെ കാണുന്ന പോലെ എല്ലാവരും തൊട്ടൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഷൂട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഇത് അന്ന് എല്ലാം കംപ്ലീറ്റ് ഇതുപോലെ പഴയ പോലെ തന്നെ ഡിസ്മാൻഡിൽ ചെയ്തിട്ട്
തിരിച്ച് അതേപോലെ തന്നെ കോഴിക്കോട് കൊണ്ടുവന്നു. പിന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഗ്രൗണ്ടിൽ ഷൂട്ട് ചെയ്യേണ്ട തീരുമാനം അവിടെ വേണ്ടാന്ന് വെച്ചു. കാരണം അവിടെ ഈ ക്രൗഡ് കാരണം ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ വേറൊരു ഗ്രൗണ്ടിലേക്ക് വന്നാലും ഇത് തന്നെയല്ലേ സംഭവിക്കുക? അല്ല, ഇത് കോഴിക്കോട് ടൗണിൽ നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ അപ്പോൾ അത് ലോക്ക് ചെയ്യാമല്ലോ അല്ലേ? ആ ലോക്ക് ചെയ്യാമല്ലോ. തന്നെ അവിടെ നമുക്ക് ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മറ്റേതെന്ന് വെച്ചാൽ ഓപ്പണായിട്ട് കിടക്കില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്കാരിങ്ങനെ പുതിഞ്ഞ് നിൽക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ വിമാനത്തിൽ നമുക്ക് പോലും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് ക്രൗഡായിപ്പോയി. ആൾക്കാരിങ്ങനെ ഞങ്ങൾ ചിലപ്പോൾ രാവിലെ ഇങ്ങനെ പായൊക്കെ ഇട്ട് ഇങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ട് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുക. അടുത്ത് എന്താ സാധനമൊന്നും, വിമാനം അപൂർവ ജീവിയല്ലേ, ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക ആൾക്കാർ. ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ 90കളിൽ അല്ലെങ്കിൽ 80കളുടെ അവസാനം മുതൽ ഏറ്റവും അധികം അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് സിബി മലയിലിൻ്റെ സിനിമകളിലായിരിക്കും. ഈ സിബി മലയിലിൻ്റെ കൂടെ ആദ്യം ചെയ്ത സിനിമ ഏതായിരുന്നു? അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം വരെ ചെയ്യുന്നുണ്ട്. അത് ശരി. ആദ്യത്തെ പടം പോലെ കുറേ സിനിമകൾ ചെയ്തു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തിരക്കൊക്കെ വന്നപ്പോഴത്തേക്കിന് മാറിപ്പോയെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു തനിയാവർത്തനമൊക്കെ അതിനകത്തെ ആദ്യകാലത്തെ ഏറ്റവും പ്രമുഖമായ സിനിമ. നല്ല സിനിമയായിരുന്നു. തനിയാവർത്തനത്തിന് നന്നായിട്ട് ഞാൻ വർക്ക് ചെയ്തു. എവിടെയായിരുന്നു അതിൻ്റെ ലൊക്കേഷനൊക്കെ? മണ്ണാർക്കാട്. മണ്ണാർക്കാട് അതിൻ്റെ ലൊക്കേഷൻ. അവിടെ പക്ഷേ അധികം സെറ്റ്, സിബിമലയിൻ്റെ സിനിമകളിൽ അധികം സെറ്റ് അല്ലായിരുന്നു. ഉള്ള വീടുകൾ നമ്മളങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമായിരുന്നു. സിബി സാറിൻ്റെ പടത്തിലെ കൂടുതൽ സെറ്റുകൾ വന്ന സതയത്തിൻ്റെ സിനിമയിൽ, സതയം MG സാറിൻ്റെ സ്ക്രിപ്റ്റുള്ള സിനിമ, അതിനകത്ത് നല്ല സെറ്റ്. അത് നമ്മൾ ഈ ലാലിൻ്റെ തൂക്കുമരവും ജയിലർ അങ്ങനെയുള്ള സാധനമൊക്കെ ജയിലും ഒക്കെ സെറ്റ് ഇട്ടതാണ്. പൂർണ്ണമായിട്ട് സെറ്റല്ലല്ലോ, കുറേ അധികം ജയിൽ ഭാഗങ്ങളാണ് ഷൂട്ട് ചെയ്തത്. ഏത് ജയിലിലായിരുന്നത്? കണ്ണൂരുള്ള ഷെയിൽ. അതെ. അതിൽ നമ്മൾ സെറ്റ് ഇട്ടതെന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് റൂം, അതിൻ്റെ പരിസരങ്ങളൊക്കെ നമ്മൾ സെറ്റായിട്ടത്. ഇത് മറ്റേത് ഒറിജിനൽ ലാൽ താമസിക്കുന്ന ജയിൽ റൂമൊക്കെ ഒറിജിനൽ സംഭവമായിരുന്നു. അത് റിപ്പർ താമസിച്ച അതേ റൂമിൽ തന്നെയാണ് ലാൽ താമസിച്ചത്. അതൊരു നമുക്കെല്ലാം പറയുകയും ചെയ്തു. എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു. തൂക്ക് വിധിച്ചവരെ മാത്രം താമസിപ്പിക്കുന്ന. അതെ. അവർക്ക് വേണ്ടി മാത്രമുള്ള 14 ദിവസം താമസിപ്പിക്കുന്ന സ്ഥലത്താണ് ലാലിനെ ഞാൻ താമസിപ്പിച്ചിരുന്നത്. അതെ. ഈ സെറ്റ് ഇട്ടതും ഈ കണ്ണൂർ ജയിലിനോടനുബന്ധിച്ച് തന്നെയാണോ? അല്ല. അത് നമ്മൾ സെറ്റ് അവിടുത്തെ ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ വാഹിനി സ്റ്റുഡിയോയിൽ, മദ്രാസിലെ വാഹിനി സ്റ്റുഡിയോയിൽ ആണ് നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ. ഏതൊക്കെ ഭാഗമാണ് അവിടെ ഷൂട്ട് ചെയ്തത്? അത് ഹാങ്ങിങ് റൂം അതെല്ലാം സെറ്റ് ഇട്ടത് മദ്രാസിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ ജീവിതത്തിലെ ആ പെയിന്ററുടെ വീടൊക്കെ അതും സെറ്റാണ്? അതും സെറ്റാണ്. ആ പെയിന്ററും പെയിന്റിങ്ങിൻ്റെ സംഭവമുള്ള അത് നല്ല സംഭവമാണ്. കാരണം ഇതുപോലെ തന്നെ ഈ സദയത്തിലെ ആ ഒരു വീടും ലളിത ചേച്ചിയൊക്കെ താമസിക്കുന്ന വീടുമായിട്ടൊരു ഇതുണ്ട്. അതിന് കിട്ടാൻ വേണ്ടിയിട്ട് അത് നമുക്കൊരു ചെറിയ വീട് കിട്ടി. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള വീടുകളില്ല. അത് അങ്ങനെ ഓപ്പോസിറ്റ് ഒരു ലേക്കായിരുന്നു, ഒരു കുളമായിരുന്നു, വലിയ കുളമായിരുന്നു. അപ്പോൾ ആ കുളത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മറ്റേ നമ്മൾ കിലുക്കത്തിന് ചെയ്തതുപോലെ കുളത്തിൻ്റെ പകുതി ഭാഗം വരെ ആ വീടുണ്ടാക്കി. ഈ ലാൽ താമസിക്കുന്ന വീട് നമ്മൾ അത് മറ്റേ പലകയൊക്കെ ഇട്ട് അത് മൂടിയിട്ട് അവിടെ വീട് വെച്ചിട്ട്, അപ്പോൾ എന്നാലും കമ്പൈൻഡായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് വർക്ക് ചെയ്തിട്ട് അതാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നാലും കമ്പൈൻഡായിട്ടുള്ള ഷൂട്ടിങ്ങൊക്കെ പറ്റുന്ന രീതിയിലാക്കിയെടുത്തത്. പെയിൻറ്റർ എന്ന നിലയിൽ വരുമ്പോൾ ഒത്തിരി വർക്കുകൾ ആർട്ട് ഡയറക്ടർക്കും ആർട്ട് ടീമിനും ഉണ്ടല്ലോ. അതെ. ഈ പെയിൻറ്റിങ്ങുകളെല്ലാം നിങ്ങൾ ഉണ്ടാക്കണ്ടേ? അതിനകത്ത് മറ്റേ ലാസ്റ്റുള്ള പെയിൻറ്റിങ്ങെല്ലാം ഞാൻ വരച്ചാണ്. അത് ഷൂട്ടിങ്ങും ഇതിൻ്റെ ഇടയ്ക്ക് പെയിൻറ്റിങ് കൂടെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് ആരെങ്കിലും ആളത് പെയിൻറ്റ് ചെയ്ത് വരയ്ക്കാൻ ഏൽപ്പിച്ചാലോ എന്ന് വിചാരിച്ച് ഒരാളെ വരയ്ക്കാൻ ഏൽപ്പിച്ചു. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായില്ല. പിന്നെ അത് ഒരു 3-4 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് ശരിയാകാഞ്ഞിട്ട് ഷൂട്ടിങ് കഴിഞ്ഞ് രാത്രിയുള്ള സമയത്ത് അങ്ങനെ കുറച്ചായിട്ട് 2-3 ദിവസം കൊണ്ട് ചെയ്ത പെയിൻറ്റിങ്ങാണ് പെട്ടെന്ന് ചെയ്ത് ബീഭത്സരൂപത്തിന്. അതെ. അത് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് രാത്രി വന്നിരുന്നോണ്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു പെയിൻറ്റിങ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ആർട്ട് ഡയറക്ടർക്ക് നന്നായിട്ട് പണിയെടുക്കാൻ നല്ല വർക്കുണ്ടായിരുന്നു. കാരണം ഹോർഡിങ്സിൻ്റെ ഒക്കെ നല്ല പെയിൻറ്റിങ്ങും ഈ മറ്റേ ഇതിൻ്റെ മറ്റേ ഓയിൽ പെയിൻറ്റിങ്സും എല്ലാം നല്ല വർക്ക്. പിന്നെ സെറ്റിഡിയിൽ ഈ ലേക്കിനകത്തുള്ള ആ വീട് അതൊക്കെ നല്ല ഒറിജിനൽ വീട് പോലെ നമ്മൾ ആക്കിയത്. കുളത്തിലെന്ന് ആരും പറഞ്ഞില്ല കേട്ടോ. വീട്ടിൽ നിന്ന് നമ്മൾ വീട്ടിലോട്ട് കയറുന്നത് കുളത്തിലാണ്, ഈ വെള്ളത്തിലോട്ടാണ് കയറുന്നത്. അങ്ങനെ അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെ ഭാരതം, കമലതളം ഇങ്ങനെയുള്ള ആ സിനിമകളിലും എല്ലാം ഉണ്ടായിരുന്നു അല്ലേ? കമലതളം മുഴുവൻ സെറ്റാണല്ലോ. കമലതളത്തിലെ മറ്റേ നമ്മൾ ഭാരതപ്പുഴയുടെ തീരത്തും പിന്നെ കലാമണ്ഡലമാണ് കംപ്ലീറ്റ് അതിൻ്റെ ഇത്. പക്ഷേ കലാമണ്ഡലത്തിലെ സെറ്റുകൾ എന്ന് പറഞ്ഞാൽ അടുത്ത ക്ലാസ് റൂംസൊക്കെ ഒരു പഴയ രീതിയിൽ ഒരു അത്രയൊന്നും സുഖകരമല്ലാത്ത ബസ് സ്റ്റാൻഡ് പോലുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നില്ല. അപ്പോൾ അത് ലോഹിതം പറഞ്ഞാൽ അതുപോലെ നമുക്ക് നല്ല കുറച്ച് കണ്ടാക്കൊള്ളാം, നല്ല രീതി വേണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അതിൻ്റെ എല്ലാ സെറ്റുകളാണ്. ആ സീരീസിലെ ഹിസ് ഹൈനസ് അബ്ദുള്ള വർക്ക് ചെയ്തിരുന്നോ? അത് ഞാൻ ചെയ്തില്ല. സിബി മലയിലിൻ്റെ തന്നെ ഈ ആകാശദൂത് അതൊരു വലിയ തരംഗം സൃഷ്ടിച്ച സിനിമയായിരുന്നു. അതിനകത്ത് ശരിക്കും സെറ്റ് ഉണ്ടെന്ന് മനുഷ്യർക്ക് ഫീൽ ചെയ്യില്ല, പക്ഷേ അതിൽ സെറ്റ് വർക്കുകളുണ്ടോ? അത് ആ വീട് സെറ്റാണ്.
ഏത് ഈ മാധവിയൊക്കെ മാധവി താമസിക്കുന്ന വീട് സെറ്റാണ് അത്. അത് ശരി. പക്ഷെ അത് കോട്ടയത്തൊക്കെ അല്ലേ ഷൂട്ട് ചെയ്തേ? കോട്ടയത്ത്. പക്ഷെ അവിടെ ഇത്തരത്തിലുള്ള ധാരാളം വീടുകൾ കിട്ടാറുണ്ടല്ലോ, പിന്നെ എന്തിനാ ഒരു സെറ്റ് ഇടേണ്ടി വരും? അതേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥയിൽ പറയുന്നത് ഈ പള്ളിയുടെ ഒരു ഓർഫൻ താമസിക്കുന്ന ഒരു ഒഴിഞ്ഞ ഒരു വീട്ടിലാണ് ഈ ഇവർ താമസിക്കുന്നതായിട്ട് കഥ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വേണ്ട നമുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് അറിയത്തില്ലല്ലോ. അതിനുവേണ്ടി ഞങ്ങൾ എൻ്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സിബ്സാർ ഇല്ല, ഞങ്ങൾ തന്നെ കുറേ കുട്ടേട്ടനും അസിസ്റ്റൻസും ഒക്കെ അവരൊക്കെ ഞങ്ങൾ ക്യാമറമാൻ കുട്ടേട്ടൻ ആയിരുന്നു എൻ്റെ ക്യാമറ. പാലാ കംപ്ലീറ്റ് തപ്പി. അതായത് റബ്ബർ ഇല്ലാത്ത സ്ഥലത്ത് വേണമല്ലോ നമ്മൾ സെറ്റ് ഇടാൻ. കാരണം ഇതിൻ്റെ പരിസരത്ത് റബ്ബർ വന്നാൽ തെറ്റാവും, ഈ അതില്ലല്ലോ. അവിടെ പാലാ ഇവിടെ എല്ലാം കണ്ടിട്ട് ഒരാഴ്ച തപ്പി. കിട്ടാതെ വന്നപ്പോഴത്തേന് ഞാൻ പറഞ്ഞു നമുക്ക് ഇതെല്ലാം വിട്, കോട്ടയത്ത് തപ്പാം. അപ്പോൾ കോട്ടയത്താർക്കും ഒരു പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു സ്ഥലം കിട്ടുമെന്നുള്ളത്. അങ്ങനെ അന്വേഷിച്ചാണ് കോട്ടയത്ത് ഇവിടെ വന്ന് കുറേ കുന്നുകൾ തപ്പാൻ തുടങ്ങി. കുന്നുകൾ ഒരു മുട്ടക്കുന്നിൻ്റെ സൈഡിൽ താമസിക്കുന്ന പള്ളിയുടെ ആയിട്ട് താമസിക്കുന്നതായിട്ടുള്ള പണി. അങ്ങനെയാണ് മാന്നാനത്ത് അവസാനം ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ ഈ മറ്റേ മെഡിക്കൽ കോളേജിൻ്റെ മേളിലുള്ള കുന്നിൻ്റെ ഒരു സൈഡിൽ ചെന്നപ്പോഴത്തേന് നമുക്ക് എന്തായാലും ലാസ്റ്റായിട്ട് ഇവിടെ കൂടെ നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ കറക്റ്റ് സ്ഥലമാണ്. ആ ഒരു ചെറിയ വെളിമ്പ്രദേശം പോലെ നമ്മൾ ഒരു വെളിച്ചം കണ്ട് അവിടെ കയറിച്ചത് അത് പക്ക നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ കള്ളിമുള്ളും എല്ലാം പടർന്നിട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കാൻ ആ സ്ഥലമായിരുന്നു നമ്മുടെ. വീടില്ല വീട് നമ്മൾ ഉണ്ടാക്കി കറക്റ്റ് അവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വീടിടാൻ പറ്റിയ സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങ് ദൂരെ പള്ളി കാണുകയും ചെയ്യും. ഞങ്ങൾ അപ്പം തന്നെ ഫിക്സ് ചെയ്തു, ഇത് തന്നെ സ്ഥലമെന്ന് പറഞ്ഞ് അപ്പോൾ തീരുമാനിച്ച് പിറ്റേ ദിവസം വർക്ക് തുടങ്ങുകയും ചെയ്തു. ഈ ആകാശദൂതിൽ ഒരു സെറ്റ് ഇട്ടിട്ടാണ് ആ വീടൊക്കെ ഉണ്ടാക്കിയെന്ന് ആളുകൾ വിശ്വസിക്കില്ല. അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു സെറ്റിൻ്റെ സ്ഥലമാണ്. സെറ്റ് ഇടുമ്പോൾ സാധാരണ ഒരു വീട് പണിയുന്ന പോലെ തന്നെയാണോ സെറ്റ് ഇടുന്നത്, അതോ ഷൂട്ടിങ്ങിന് വേണ്ടി നമുക്ക് ക്യാമറകൾ വെക്കാൻ അല്ലെങ്കിൽ ലൈറ്റ്സ് വെക്കാൻ ഒക്കെയുള്ള സൗകര്യങ്ങൾ നോക്കി? നമ്മളൊരു സാധാരണ വീട്ടിൽ ഷൂട്ടിന് ചെല്ലുമ്പോൾ ഒത്തിരി അസൗകര്യങ്ങൾ ഉണ്ടാകുന്നത് ക്യാമറ വെക്കാനുള്ള സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ക്രെയിന് അല്ലെങ്കിൽ ട്രാക്ക് ആൻഡ് ട്രോൾ ഇടാനുള്ള ഫെസിലിറ്റി ഇല്ല, ഇതൊക്കെ ഉണ്ടാണ്. അപ്പം നമ്മൾ സെറ്റ് ഇടുമ്പോൾ ഇതൊക്കെ കരുതിയാണോ നമ്മൾ സെറ്റ് ഇടുക? തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ളൊരു വിഷയമായിരിക്കും. അത് നമ്മൾ സെറ്റ് ഇടുമ്പോൾ ഒരിക്കലും നമ്മൾ സാധാരണ വീടിൻ്റെ അവസ്ഥയിലായിരിക്കില്ല. മിക്കവാറും പല ഭിത്തികളും എടുത്തു മാറ്റാവുന്ന രീതിയിൽ ചില വാതിലുകളുടെ വീതി കൂട്ടി ചില ഇച്ചിരി മാറ്റി വെക്കാവുന്ന രീതി ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ചെയ്യുള്ളൂ. കാരണം ക്യാമറ ട്രോളിയൊക്കെ മാറ്റാനും ഇരിക്കാനുള്ള സൗകര്യത്തിനാണല്ലോ നമ്മൾ സെറ്റ് ഇടുന്നത്. അല്ല പിന്നെ സാധാരണ വീട്ടിൽ ഷൂട്ട് ചെയ്താൽ മതിയല്ലോ. അങ്ങനെയുള്ള സൗകര്യത്തിന് അതിൻ്റെ മെഷർമെൻറ്റിന് നമ്മൾ വാതിലും ഒക്കെ ഡോറൊക്കെ മാറ്റി വെക്കാവുന്ന രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, ആദ്യ സിനിമയിൽ തന്നെ കമലഹാസൻ, ആ ഓർമ്മകളിലേക്ക് ഒന്ന് പോയാൽ എങ്ങനെ? യുഗപുരുഷനിൽ മമ്മൂട്ടി തന്നെ അങ്ങനെ ആ വർക്കുകളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ മിക്കവാറും സിനിമകളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പുണ്ണിയിൽ ബഹദൂർക്ക തന്നെ പറഞ്ഞ ഒരു സംഭവത്തിൻ്റെ പറഞ്ഞില്ലേ, ഷൂട്ടിങ്ങിന് സമയത്ത് വരുമ്പോഴാണ് ഇതൊരു സെറ്റാണെന്ന് തന്നെ ബഹദൂർക്കയ്ക്ക് മനസ്സിലായിരുന്നു. പുള്ളി അത് ഇത് നമ്മൾ ആരോട് വാടകയ്ക്കെടുത്തതാണ്, എത്ര ദിവസമാണ് വാടകയ്ക്കെടുത്തതൊക്കെ അതിനായിട്ട് ചെയ്യാൻ പറഞ്ഞു. ഇത് നമ്മൾ ഇട്ടൊരു സെറ്റാണ്. നമുക്കിവിടെ സിനിമകൾക്ക് ലൊക്കേഷനുകളിൽ ചെന്ന് ഇത്തരത്തിൽ ആർട്ടിഫിഷ്യലായ സെറ്റുകളൊക്കെ ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട്, വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ഫിലിം സിറ്റികളുടെ ഒരു സാധ്യത എന്താണ്? ഇപ്പോൾ രാമോജി ഫിലിം സിറ്റിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്താണ്. അവിടെ ആർട്ട് ഡയറക്ടറുടെ ജോലി കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? ഇതേപോലെ തന്നെ അവിടെയും വർക്ക് വരാറുണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിന്ന് മാറ്റം വരുത്തി എന്തെങ്കിലും ചെയ്യണമെന്ന് വരികയിൽ നമ്മളത് മാറ്റി ഓൾഡർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അത് ഉണ്ടായിരിക്കും, പക്ഷേ അതിന് ചില മാറ്റങ്ങളൊക്കെ എപ്പോഴും എല്ലാ കഥയും ഒരുപോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ കഥകളിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ച് ഷോർട്സ് അനുസരിച്ച് നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തിയേ പറ്റുള്ളൂ. ഈ മാറ്റം വരുത്താനുള്ള എക്യുപ്മെൻറ്റ്സും ആ സ്റ്റുഡിയോകളിൽ അവൈലബിൾ ആയിരിക്കില്ലേ? ഉണ്ടാകും. മിക്കവാറും ഇതുപോലത്തെ വലിയ സ്റ്റുഡിയോകൾ അവൈലബിൾ ആയിരിക്കും. എന്നാലും നമ്മളത് നമ്മുടെ വർക്കേഴ്സിനെ വെച്ച് ചെയ്യണമല്ലോ. ഞാൻ ചോദിക്കുന്നത് ഈ കാർപ്പൻട്രി വർക്കൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇത്തരം രാമോജി പോലുള്ള സ്റ്റുഡിയോകളിൽ പോയി ചെയ്യേണ്ടി വരും, അതോ അവിടെ തന്നെ റെഡിമെയ്ഡ് ഉണ്ടാവും? അതൊക്കെ മാറ്റി ഇല്ല, മാറ്റങ്ങളുടെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. നമ്മൾ ഓൾറെഡി ഒരു പരിധി വരെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരുമായിരിക്കും. അവിടെ ഉദയ സ്റ്റുഡിയോ, നവോദയ സ്റ്റുഡിയോ, മെർലാൻ സ്റ്റുഡിയോ, അതൊന്നും ഇന്നില്ല. ഈ സ്റ്റുഡിയോകളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ സിനിമകൾക്ക് വേണ്ടി? തീർച്ചയായിട്ടും. ഉദയയിൽ എൻ്റെ ആദ്യകാലം മുതൽ കുന്നനാടിൻ്റെ സമയം മുതലുള്ള സിനിമകൾക്ക് വേണ്ടി ഉദയയിൽ കുറേ പടങ്ങൾ, പാലാട്ട് കുഞ്ഞുകണ്ണൻ, അങ്ങനെയുള്ള കുറേ പടങ്ങളുടെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സഞ്ചാരി, അങ്ങനെയുള്ള പടങ്ങൾക്കെല്ലാം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സെറ്റുകൾ ഇടുകയും അതൊക്കെ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് ഉദയയിൽ. ഉദയയിൽ അന്ന് ആർട്ടിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എ സി റൂംസും എല്ലാം അവിടെ ഉദയയിലുണ്ടായിരുന്നു. അതായത് അങ്ങ് ചെന്നാൽ മതി, തീർത്തോണ്ട് പോരാ. അതെ, എടുത്തിട്ട് പോരാ. എല്ലാ എക്യുപ്മെൻസും മറ്റേ ഡാർക്ക് റൂം വരെയുണ്ട്, എഡിറ്റിംഗ് റൂമുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ റൂം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു.
അത് ശരി. നവോദയയിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, കുറേ സിനിമകൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഔട്ട്ഡോറിൽ വർക്ക് ചെയ്യുമ്പോൾ മറ്റേ ഓട്ടോയിൽ വിമാനം കൊണ്ടുപോയതുപോലെ അല്ലെ, അത് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടിയതുപോലെ വേറെ ഏതെങ്കിലും സിനിമയിൽ അതുപോലെ പ്രശ്നം നേരിട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ നല്ല പ്രശ്നം ഉണ്ടായ ഒരു സംഭവമാണ് വെള്ളാനകളുടെ നാട്ടിൽ എല്ലാവരും റോളറുമായിട്ട് ഒരു ചെറിയ മല്ലയുദ്ധം നടന്നത്. അതെവിടെയായിരുന്നു അതിന്റെ ഷൂട്ടൊക്കെ? അത് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ മറ്റേ ആ ഗസ്റ്റ് ഹൗസിൻ്റെ താഴോട്ട് നല്ലൊരു ഇറക്കമുണ്ടല്ലോ, അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് റോളർ താഴോട്ട് ഇറക്കി കൊണ്ടുപോകുന്ന ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്ന സീലെടുക്കുകയായിരുന്നു. അപ്പം റോളറിനൊരു സ്പീഡുണ്ട്, ഒരു മാക്സിമം സ്പീഡിൽ കൂടുതൽ സ്പീഡ് കൂടുതൽ. ക്യാമറ പറഞ്ഞ് സ്പീഡ് പോരാ, നല്ല ഇറക്കത്തിൽ ഈ റോളർ ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവം ഒരു സ്പീഡ് വേണമെന്ന് പറഞ്ഞു. കൺട്രോൾ പോയി പോകുന്ന പോലെയാണല്ലോ. അതെ 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 അതെ. അതായത് അതിൻ്റെ ഒരു സ്പീഡ് 4th ഗിയറിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്പീഡുണ്ട്, അത് സാധാരണ സ്പീഡാണ്, അതിൽ പോവുകയില്ല. അപ്പോൾ എങ്ങനെ വേണമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് ഇതിൻ്റെ ഗിയർ വിടിയിക്കണം, അതായത് ഗിയറിൽ നിന്നുള്ള കൺട്രോൾ വിട്ടാലേ സ്പീഡിൽ പോകുള്ളൂ, എല്ലാം പോവുകയല്ലെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ വിടിയിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ റോളറിൻ്റെ ഗിയറിൽ നിന്നുള്ള കണക്ഷൻ പിടിച്ചു ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതങ്ങ് പോവല്ലോ, പിന്നെ പിടുത്തം കിട്ടില്ല. എവിടെയാണ് നിൽക്കുന്നത് എന്താ നിൽക്കുന്നത് പറയാൻ പറ്റില്ല. അവർ തൊട്ട് താഴെ ഒരു വീട്, വളവിലൊരു വീടും ഉണ്ട്, അതാണ്. അപ്പോൾ ഇത് ഇറക്കത്തിൽ അവിടെ പ്രിയം പറഞ്ഞ് ഞാൻ വിടിയിക്കാൻ പറഞ്ഞു, അതിൻ്റെ ഗിയറുമായിട്ടുള്ള കണക്ഷൻ പിടിച്ച് ഇതങ്ങ് പോന്നു. അപ്പോഴാണ് പൊപ്പോട്ട ഇടയ്ക്ക് കുടയിട്ട് നിർത്താൻ പോകുന്നത്. അങ്ങനെയുള്ള ഒത്തിരി നല്ല രസകരമായ സംഭവം ഉണ്ടെങ്കിലും അത് ഭയങ്കര പേടിച്ച്. ഒറ്റ ഷോട്ടിൽ എടുക്കേണ്ടി വരില്ലേ? ഒറ്റ ഷോട്ടിൽ തന്നെ എടുത്തു. അപ്പൊ ഈ ആക്ടിവിറ്റീസും നടക്കണം. അതെ അതെ അതെ, അതൊക്കെ അതിൻ്റെ കൂടെ നടന്ന സംഭവങ്ങളാണ്. കുടയിടുക, പിടിക്കുക, പിന്നെ അത് എല്ലാ സംഭവം നടന്നത്. പക്ഷേ അതിൻ്റെ രസകരമായ സംഭവം ഞാൻ വളവിൽ നിൽക്കുന്ന ഒരു വീടാണ്, ഒരു നമ്മൾ ഉണ്ടാക്കിയതാണ്. ഈ മതിൽ ഇടിച്ചിട്ട് അവിടെ ഇടിച്ച് നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു വേണ്ട, പക്ഷെ അങ്ങനെ തന്നെ കിട്ടി. എന്ന് പറഞ്ഞാൽ നമ്മളിതവിടെ ഇടിച്ച് നിൽക്കുന്നത് എല്ലാവരും പിടിച്ച് ആ വീടിൻ്റെ തൊട്ട് ഇടിച്ചില്ല എന്ന രീതിയിലാണ് പോയി നിന്നത്. അതെല്ലാവരുടെ ഒരു ഭാഗ്യമെന്ന് പറയാൻ പറ്റില്ല. അല്ലെ വീടും തകർത്തുകൊണ്ട് റോളറങ്ങ് പോയി. അങ്ങനെ നിൽക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഒന്നും ചെയ്തില്ല, പക്ഷെ അവിടെ നിന്നു. അതൊരു ഈശ്വരാധീനം എന്ന് പറയാനേ പറ്റുള്ളൂ. അത് അവിടെ നിന്നു. കാരണം എല്ലാവരും വരവ് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു ഈ വീട് ഒരു പരിധി വരെ പോകും എന്നുള്ള വിചാരിച്ച, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അത് തൊട്ട് അവിടെ നിന്നു. അതുപോലെ തന്നെ ലോഹിതദാസിന്റെ സിനിമകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ അതെ, എല്ലാ മിക്കവാറും സിനിമകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അരയന്നങ്ങളുടെ വീട്. അതെ അതെ. ഈ അരയന്നങ്ങളുടെ വീട്ടിൽ 2 പ്രധാന ലൊക്കേഷൻ ഉണ്ടല്ലോ. ഒന്ന് കൽക്കട്ടയിൽ കുറേ കഥകൾ നടക്കുന്നുണ്ട്, പിന്നീട് നാട്ടിൽ നടക്കുന്നതായിട്ടുണ്ട്. നാട്ടിലെ വലിയൊരു ബംഗ്ലാവാണ് ഇവരുടെ തറവാട് വീട്. ഇതിലേത് ഭാഗമൊക്കെയാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നത്? അത് സെറ്റല്ലല്ലോ. കൽക്കട്ടയിലെ വീട് നമ്മൾ ഒറ്റപ്പാലത്ത് തന്നെ സെറ്റിട്ട് എടുത്തതാണ്. ഓ ശരി. നാട്ടിലെ ബംഗ്ലാവും അവിടെ ഒരു ബംഗ്ലാവ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ആ പരുവത്തിലാക്കി, ആ രൂപത്തിലാക്കി എടുത്തതാണ്. ഈ കൽക്കട്ടയിലെ വീട് കൽക്കട്ടയിലല്ല, ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലത്ത് ചേരി പ്രദേശത്തൊക്കെ താമസിക്കുന്ന വീടിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ അവിടെ ഉണ്ടാക്കിയെടുത്ത് അവിടെ ഒരു ഉത്സവവും അങ്ങനെയുള്ള അങ്ങനെ എല്ലാം അവിടെ ക്രിയേറ്റ് ചെയ്ത. അതുപോലെ തന്നെ ബംഗ്ലാവും നമ്മൾ അവിടെ ഒറ്റപ്പാലത്ത് കുന്നത്ത് വീടെന്ന് പറഞ്ഞൊരു വീടുണ്ട്. ആ വീടിന്റെ ഫ്രണ്ടേജ് മൊത്തം മാറ്റി പഴയ ഒരു ഇപ്പോൾ 2-3 നിലയുള്ള പഴയൊരു ബംഗ്ലാവിൻ്റെ രൂപത്തിലേക്ക് ഇരിക്കുന്നത്. അത് നമ്മളതിൻ്റെ അവസ്ഥ മാറ്റി പഴയ ബംഗ്ലാവിൻ്റെ 50കളിലൊക്കെ ബംഗ്ലാവിൻ്റെ അവസ്ഥയിലേക്ക് രൂപം മാറ്റിയെടുത്തു. ഈ ഒരു സംവിധായകൻ ഒരു കഥ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ അരയന്നങ്ങളുടെ വീടൊക്കെ പോലുള്ള ഒരു കഥ പറയുമ്പോൾ, കൽക്കട്ടയിൽ നടക്കുന്ന ഒരു കഥ, ഒരു സംഭവം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെങ്ങനെയാണ് മനസ്സിൽ കൽക്കട്ടയിലെ ആ വീടിനെ കൺസീവ് ചെയ്യുന്നത്? അതിന് റെഫറൻസുകൾ എടുക്കുമോ, അല്ലെങ്കിൽ സിനിമകൾ കാണുമോ, പടങ്ങൾ കാണുമോ? എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ദൃശ്യം വരണ്ടേ? അത് നമ്മൾ പറ്റുള്ള ചിത്രങ്ങളും എല്ലാം കണ്ടിട്ട് കൽക്കട്ടയിലെ ഒരു വീടിൻ്റെ ഒരു ആറ്റ്മോസ്ഫിയർ നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊരെണ്ണം ഉണ്ടാക്കും പുതിയതായിട്ട്. നമുക്കത് എന്താണ് വേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചുണ്ടാക്കിയിട്ട് അത് നമ്മൾ സ്കെച്ചിടും. ഏത് രൂപത്തിലായിരിക്കണം അത് ഡയറക്ടറെ കാണിച്ചിട്ട് അത് ഓക്കെ അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒരിക്കലും നമുക്കൊരു പടത്തിൽ ഇത് കിട്ടുകയില്ല. കാരണം അത് അങ്ങനെ ഒരു സാധനം കാണുകയല്ലോ, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാധനം. അതുപോലെ തന്നെ അതിനകത്ത് ബംഗ്ലാവിൻ്റെ സാധനവും നമ്മൾ പല സ്ഥലങ്ങളിലും ഞങ്ങൾ പാലക്കാട്, അവിടെ കൊല്ലങ്കോട് പാലസ് എല്ലാം പോയി കണ്ടു. പക്ഷേ ഇതെല്ലാം നമുക്ക് ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലായിരിക്കുകയില്ല. പിന്നെ നമുക്ക് വർക്കിംഗ് പ്ലേസ് കാണുകയില്ല. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പം അങ്ങനെ കണ്ട് കറയായപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സെറ്റിടാൻ അതിങ്ങനെ അതിൻ്റെ രൂപത്തിൽ കിട്ടും, അത് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിനും വിചാരിച്ചത് വലിയ എക്സ്പെൻസ് ആവുമോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു എക്സ്പെൻസ് കുറച്ച് നമുക്ക് ചെയ്യാം എന്നും പറഞ്ഞാൽ അതെല്ലാം ധർമ്മക്കോൾ, അതിൻ്റെ മോൾഡ് എല്ലാം കംപ്ലീറ്റ് ധർമ്മക്കോളാണ്. അപ്പോൾ അത് വലിയ കാണാൻ മനോഹരമായിരിക്കും, പക്ഷേ അതൊരു വലിയ എക്സ്പെൻസീവായിട്ട് വരത്തില്ല. അങ്ങനെയാണത്. അതിൻ്റെ മോൾഡുകളും തൂണുകളും പില്ലറും എല്ലാം ധർമ്മക്കോൾസാണ്. അങ്ങനെയാണ് വർക്ക് ചെയ്തത്. പക്ഷെ മനോഹരമായ ഒരു വീടായിട്ട് മാറിയില്ലേ, അതാണ് അതിൻ്റെ ഒരു ഗുണം. ഈ സിനിമകളിൽ
സെറ്റുകൾ ഇടുമ്പോൾ അല്ലെങ്കിൽ ആർട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വർക്ക് ഏതായിരുന്നു? ഇത്തരം വർക്കുകളെല്ലാം മിക്കവാറും വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് ഓരോ രീതിയിലുള്ള വർക്കുകളാണല്ലോ. ഏകദേശം എത്ര സിനിമകൾ ഇതിനോടകം ചെയ്തിട്ടുണ്ടാവും? 150 പടങ്ങൾ മേളിക്കുള്ളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് മേളിലോട്ട് ഒരു സിനിമയ്ക്ക് ശരാശരി എത്ര സമയം, അതായത് ഷൂട്ട് തീരുവോളം കലാസംവിധായകൻ സ്ഥലത്തുണ്ടാവണമല്ലോ? സിനിമ തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ രംഗത്തിറങ്ങുകയും വേണം. അതെ അതെ. എനിക്ക് തോന്നുന്നത് സിനിമയിൽ ഏറ്റവും കൂടുതൽ സമയം എൻഗേജ്ഡ് ആകുന്ന ഒരു കലാകാരൻ ആർട്ട് ഡയറക്ടർ ആയിരിക്കും തോന്നുന്നു, അല്ലേ? അതെ അതെ. ഒരു ആർട്ട് ഡയറക്ടറുടെ മികവ് എന്ന് പറയുന്നത് അയാളുടെ സാന്നിധ്യം സിനിമയിൽ കാണാതിരിക്കുക എന്നാണെന്ന് പറയാറുണ്ട്. അയാൾ ചെയ്ത വർക്കാണെന്ന്, അത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തതാണെന്ന് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യാതിരിക്കുമ്പോഴാണ് കലാസംവിധായകൻ വിജയിച്ചതെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളീ പറഞ്ഞ പല സിനിമകളുടെയും വർക്കുകൾ അല്ലെങ്കിൽ ലൊക്കേഷൻ, വീടുകൾ, ആ സ്ഥലങ്ങൾ ഒക്കെ ഒരു ആർട്ട് ഡയറക്ടർ സെറ്റിട്ടതാണെന്ന് പ്രേക്ഷകർക്ക് പലപ്പോഴും ഈ അഭിമുഖത്തിന് ശേഷമായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക. അതുതന്നെയാണ് താങ്കളുടെ ആ കലാസംവിധാന മികവും. ഇനിയും ഇത്തരത്തിലുള്ള ഏറെ മികവാർന്ന സിനിമകൾ സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.